ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അത് പരീക്ഷ പ്രധാനമായും 2 ഘട്ടങ്ങളാണ്. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് 3 ഘട്ടങ്ങളായിട്ടൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഒരു പരീക്ഷാ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രിലിംസും മെയിൻസും 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ നമുക്ക് എഴുതേണ്ടതുണ്ട്. ഈ പരീക്ഷകളിൽ പ്രിലിംസ് കടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത. ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ, അതായത് PSC നടത്തുന്ന ഏറ്റവും ഗ്ലാമറായിട്ടുള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് സാലറി തരുന്ന ഒരു പരീക്ഷയിൽ ആ പരീക്ഷ PSC നടത്താൻ ഒരുങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിലിംസ് കടക്കുക, എന്നിട്ടല്ലേ നമുക്ക് മെയിൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അതിന് ശേഷമല്ലേ നമ്മൾ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ പ്രിലിംസ് എങ്ങനെ കടക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. പ്രിലിംസ് കടക്കണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോഴുള്ള ഒരു ജയിക്കാൻ വേണ്ടി ഒരു ക്യാപ്റ്റനോ ഒരു ടീമംഗങ്ങളോ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റൊരു ഗെയിമിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മൾ ഓരോന്നും വിജയിക്കാൻ എടുക്കുന്ന രീതികൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തത്വങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ പ്രിലിംസ് പാസ്സാവണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്. അതൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ രീതി കോപ്പി അടിച്ചുകൊണ്ട് നമ്മളും അത് അനുകരിച്ചുകൊണ്ട് പഠന രീതികൾ അവലംബിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവണോ, നിങ്ങൾ വ്യക്തമായും 3 സബ്ജക്റ്റുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് നമ്മുടെ കാലാകാലങ്ങളായി PSC പരീക്ഷ ജയിക്കേണ്ട അല്ലെങ്കിൽ റാങ്ക് വാങ്ങിയ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന 3 വിഷയങ്ങളാണ് മലയാളവും ഇംഗ്ലീഷും മാത്സും. ഈ 3 വിഷയങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് നഷ്ടമാകും, ഉറപ്പായിട്ട് നഷ്ടമാകും. ഈ പ്രിലിംസ് നിങ്ങൾ നേടണമെങ്കിൽ ഈ 3 വിഷയം മാത്രം നിങ്ങൾ പഠിക്കൂ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതലും 70% നിങ്ങൾ ഈ 3 വിഷയങ്ങളും വ്യക്തമായി എല്ലാ തരത്തിലേക്കും ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന നിലവാരത്തിലേക്കുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ അങ്ങനെ പഠിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് നഷ്ടമാകും. അപ്പോൾ പിന്നെ മെയിൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രിലിംസ് പോയി, മെയിനും പോയി, അടുത്ത പരീക്ഷ എന്നാണ്. നമുക്ക് എപ്പോഴും ഒരു പരാജിതൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷ എന്നാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളും ഈ പ്രിലിംസ് നഷ്ടപ്പെടുത്തിയിട്ട് അടുത്ത് ചോദിക്കുന്നത് അടുത്ത പരീക്ഷ എന്നായിരിക്കും, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നേടും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ നേടൂല. നിങ്ങൾ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ വയസ്സ് കഴിഞ്ഞു പോയി, നിങ്ങളുടെ ഏജ് ഓവറായി, നിങ്ങൾക്ക് PSC പരീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നതല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിലിംസ് കടക്കാൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൃത്യമായി നോക്കുക. അവിടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ മാർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഈ വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക. നിങ്ങൾക്ക് നവോത്ഥാനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരള നവോത്ഥാനം, വൈകുണ്ഠസ്വാമികളും തൈക്കാട് അയ്യൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് പഠിക്കാൻ. പക്ഷേ അവർ ബാക്കിയുള്ള ഈ വിഷയങ്ങളൊന്നും തിരിഞ്ഞോ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഏറെ പറഞ്ഞാൽ 2-3 മാർക്കിന് അവിടെ നിന്ന് കിട്ടും. 3 മാർക്ക് വാങ്ങിച്ചാലൊന്നും പ്രിലിംസ് പാസ്സാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ജയിക്കാൻ വേണ്ട ചില ട്രിക്കുകളും സ്കില്ലുകളും ഒക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. ഇവിടെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ 3 വിഷയങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ നമ്മൾ, അതായത് ഈ ഹാജാസ് ക്ലാസ്സസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അധ്യാപകർ ചേർന്ന് ഒരു ദിവസം പോലും ഒഴിവാകാതെ എല്ലാ ദിവസവും തുടർച്ചയായി നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഈ മലയാളം, ഇംഗ്ലീഷും മാത്സും ക്ലാസ്സുകൾ 3 പ്രധാനപ്പെട്ട MEM സക്സസ് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര്. MEM എന്ന് പറഞ്ഞാൽ M സ്റ്റാൻഡ്സ് ഫോർ, ഫസ്റ്റത്തെ M എന്ന് പറയുന്നത് മലയാളമാണ്, രണ്ടാമത്തെ E എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, മൂന്നാമത്തെ M എന്ന് പറയുന്നത് മാത്സ് ആണ്. ഈ 3 വിഷയങ്ങളും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക്
എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ നിർബന്ധമായും ക്ലാസ് കാണുക, ക്ലാസ് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 3 പേരാണ് ഈ ക്ലാസ് റെഗുലറായിട്ട് എടുക്കുന്നത്. മാത്സും അതുപോലെ മെൻ്റൽ എബിലിറ്റിയും എടുക്കുന്നത് ഞാനാണ്. നമ്മൾ ഓരോ അധ്യാപകരുടെയും ക്വാളിഫിക്കേഷനൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പൊട്ടന്മാരല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ നോക്കി വായിച്ചു തരുന്ന ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതൊന്നും പോരാ എന്ന് അറിയിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയത്. രണ്ടാമത് നമുക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്ലാസ് യൂട്യൂബിൽ ഈ ക്ലാസ് എടുക്കുന്നത് റിയാസ് റഷീദ് സാറാണ്. സാർ MA BEdകാരനാണ്, നെറ്റൊക്കെ ഉള്ള ഒരു അധ്യാപകനാണ്. പിന്നെ നമുക്ക് മലയാളം എടുക്കുന്നത് ഡോക്ടർ ഗീതു ടീച്ചറാണ്. ടീച്ചർ MA ആണ്, നെറ്റുണ്ട്, PhD. കാരണം അവർ മലയാളം വളരെ വ്യക്തമായി പഠിപ്പിക്കും. ഇംഗ്ലീഷ് സാറ്, നമ്മുടെ റിയാസ് സാറ് ഇംഗ്ലീഷ് വ്യക്തമായി പഠിപ്പിക്കും. അതേപോലെ തന്നെ മാത്സും. നമുക്ക് ഇപ്പോൾ ഈ 3 വിഷയങ്ങളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. 100% ഈ ക്ലാസ്സുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ് വേണം, അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിലും അതും ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്നിരിക്കട്ടെ, അതായത് ഞങ്ങൾ അല്ലാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. വേറൊരു വലിയൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ച് കൊടുക്കുന്ന ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളെക്കാളും ഒക്കെ ഒരു മേന്മ ഹാജാസ് ക്ലാസ്സസ് പറയുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ക്ലാസ് നിങ്ങൾ എടുത്തു. നിങ്ങൾക്ക് ഞാൻ മെനങ്ങാന്ന് ഇന്നലെ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്പിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ആ ഫോണിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വേണ്ടി പഠിക്കുന്ന കുട്ടിയാണോ? ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രിലിംസ് മാത്രം, ഞാൻ പ്രിലിംസിന് എത്ര രൂപയാണ് ഫീസ്? പ്രിലിംസ് മാത്രം 21,500 രൂപയാണ് ഫീസ്. മെയിൻസും കൂടെ വേണമെങ്കിൽ സാർ 27,500 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഇത് കേട്ട് അന്തം വിട്ടു. കാരണം 27,500 രൂപ ഓൺലൈനിലൂടെ ഫീസ് വാങ്ങുന്നവരുണ്ട്. അതുപോലത്തെ നിരവധി ആപ്ലിക്കേഷനുകളുണ്ട്. ആ ആപ്ലിക്കേഷനുകൾ അങ്ങനെ തന്നെ നിലനിൽക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലും 20,000 രൂപയുടെ മുകളിലാണ് തിരുവനന്തപുരത്ത് ഓരോ സെൻറ്ററുകളും നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക്. പക്ഷേ നമ്മളിവിടെ ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്ന ഫീസ് 1,999 രൂപയാണ്. അവിടെ പ്രിലിംസ് എന്നല്ല, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അടക്കം മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഫീസിൽ തരാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് നേരത്തെ നമ്മൾ ഈ ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം ഡിസ്കാർഡ് ചെയ്തിട്ട് LP UPക്ക് ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ മുഴുവനായി ഡിസ്കാർഡ് ചെയ്ത് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം, അവിടെ നിന്ന് ആവശ്യം വേണ്ട ക്ലാസ്സുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയവും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ, ഏറ്റവും മികച്ചത്, ചുമ്മാ എല്ലാ ആപ്ലിക്കേഷനിലും അങ്ങനെ പറയും, പക്ഷേ ഏറ്റവും മികച്ച അധ്യാപകരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഏറ്റവും ക്വാളിഫൈഡ് ആയ, ആ സബ്ജക്റ്റ് വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന അധ്യാപകരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് 1,999 പ്ലസ് GST അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ വൈകിപ്പിക്കരുത്. എന്നാലും മലയാളിക്ക് ഒരു പ്രശ്നമുണ്ട്. 1,999 രൂപയ്ക്ക് തരണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമില്ലേ എന്നൊരു ചിന്ത ഉണ്ടാവും. 100% നിങ്ങൾക്ക് ഗ്യാരണ്ടിയോടുകൂടി ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ പൈസ 1 രൂപ പോലും നഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ കോഴ്സ് എടുത്തു, നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പുതിയൊരു ഫീച്ചർ ഇന്ന് മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. വിത്തിൻ 24 hours നിങ്ങൾ ക്ലാസ് കണ്ടു, ഇതൊന്നും ഡിഗ്രി നിലവാരത്തിലുള്ള ക്ലാസ് അല്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യപ്പെടും. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റീഫണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. 2,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഫീസ് നിങ്ങൾ 30,000 രൂപ അടയ്ക്കണം. നിങ്ങൾ ജോലി കിട്ടിയിട്ട് ബാക്കി 28,000 രൂപ എന്നെ വിളിച്ചിട്ട്, ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫീസ് അടയ്ക്കണം. കേട്ടോടെ, ജോലി കിട്ടുകയാണെങ്കിൽ ബാക്കി 28,000 രൂപ നിങ്ങൾ അടയ്ക്കണം. ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കണ്ട. ഈ കോഴ്സിൻ്റെ ഫീസ് 30,000 എന്ന് കരുതിക്കോ. 2,000 രൂപ ഇപ്പോൾ അടച്ചാൽ മതി. ക്ലിയർ ആണ്? ജോലി കിട്ടുകയാണെങ്കിൽ ബാക്കി കൂടെ അടയ്ക്കണം. അപ്പോൾ നമുക്ക് മെമ്മിൽ നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതുന്ന മുഴുവൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.